ഓണാ ഹായ് ഗൈസ് ഹായ് പറ ഇന്ന് നിങ്ങൾ വർത്താൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിയത് ഓ എന്താ തിരുപ്പതി ഹായ് എവിടക്കാ പോണത് എവിടക്കാ പോണത് പറയാം അമ്മായി ഇതാണ് അമ്മായി അമ്മായി എന്റെ ടൗസർ കയറാണ് പോക്കാണ് മൊത്തം പോണത് ആ അതിലുണ്ട് അമ്മായി പറയൂ ഇത്രയും കാലമായിട്ടും ഇല്ലാത്ത അത്രയും തൃപ്തിയാണ് ഇന്നത്തെ വ്ളോഗിൽ പോലെ കാണുന്നത്. എന്താണുള്ളത് തമ്മിലുകൾ കണ്ട് ഇതിന്റെ അടപടലം പോയി ചെടി വാങ്ങാൻ പോണ പോക്കാണ്. അത് വേഗത്തില് ഗൈസ് നമ്മൾ പോണത് വേറെ എടുക്കല്ല ചെടി വാങ്ങിക്കാൻ. മിഞ്ഞാന്ന് നമ്മൾ മറ്റേ ചെറുപ്പത്തിൽ ഓരോ സാധനങ്ങൾ കണ്ടു പരടും മരടും പറയില്ലേ, ഓ ആ മിഞ്ഞാന്ന് ഞാൻ കന്മേഞ്ഞ് കണ്ട് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ അമ്മായി കേൾക്കണം, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്വൈര്യവും ഇല്ല. ആ ചെടി കണ്ടു മറ്റേത് മറിച്ച് പറഞ്ഞ് കണ്ട് നല്ല സൂപ്പർ ചെടി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു സ്വൈര്യവും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞവർ ആ ചെടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മളെന്തെങ്കിലും സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി എന്താണ് അത് വാങ്ങി തരുമോ അത് വാങ്ങി തരും, എന്നിട്ട് വാങ്ങി തരുമോ എന്ന് പറയണില്ല. നല്ല രസമുണ്ട്, നല്ല എന്താ രസം. എനിക്ക് പിന്നെ കണ്ടന്റ് ഉണ്ട് എന്ന് ഞാൻ ആലോചിച്ചോണ്ട് മാത്രം. ആ എന്നാലും വരി വാങ്ങി തരാ. ഉമ്മയുടെ സ്നേഹമുണ്ട്. ചെടിയൊക്കെ കണ്ടാല് മനസ്സിന് വലിയ ഇടങ്ങാറൊക്കെ. അത് രാവിലെ തന്നെ നോക്കിയാൽ മതി. അപ്പൊ കണ്ട അന്നെ നോക്കുമ്പോ ചിലപ്പോ എന്റെ മൂഡ് ശരി ഉണ്ടാവില്ല. എന്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലാവും നല്ല മൂടാണോ ആകാത്ത മൂടാണോ എന്ന്. അപ്പൊ ഈ ചെടിമക്കൊക്കെ ഒന്നിങ്ങനെ നോക്കും, അത് എന്റെ അമ്മക്ക് വാങ്ങി കൊടുത്തു അൽഹംദുലില്ലാ, എന്റെ സമാധാനമൊക്കെ എന്റെ ബുദ്ധിമുട്ടും ഇടങ്ങാറൊക്കെ പോയി എന്റെ മനസ്സിന് തോന്നുന്നു. അതെ, ആ ബുദ്ധിമുട്ട് ഇടങ്ങാറും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മള് രാവിലെ എണീറ്റ് വരുമ്പോ ഞാൻ കണി കാണുന്ന പോലെ ഈ വാങ്ങി തന്ന ചെടി അവന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവെക്കും. അപ്പോൾ നല്ല ഐശ്വര്യം. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ഓ എത്ര ആയിരങ്ങളെ ചെടികളാണ് ഈ കാണുന്നത് എന്ന് ഞാൻ ആലോചിക്കും ചെയ്യും. അപ്പോൾ ഈ നമുക്ക് എന്തായാലും മുണ്ടറമ്പിലേക്ക് പോവാം. മുണ്ടോറമ്പ് പറഞ്ഞ അവിടെയാണ് എന്തോ സാധനം നോക്കി വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞാൻ അവിടെ പോയാൽ ഈ കാണുന്ന ആൾക്കാരെ മരിയാവില്ല. മറ്റേ CID മുസീദ് അയ്യോ മറ്റേ ബിന്ദു പണിക്കറിനുള്ള കയറി ഒരു TV ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ആ ലെവലിലേക്ക് കയറാം. ഓക്കെ എന്തായാലും നമുക്ക് പോവാം. കയറി നല്ല വളരെ നല്ല ഹാപ്പിയാണ്. എൻ്റെ മനസ്സിലിങ്ങനെ ആയിരങ്ങളാണ് കാണുന്നത്. അത് പിടിച്ചോളി. ഇല്ല ഇതിന്റെ ബാക്കിൽ ട്രക്ക് പറഞ്ഞാണ് അതിൽ കൂടെ കൊള്ളിച്ച ഇത് വൈകിട്ടാണെങ്കിൽ അല്ല ആയിരങ്ങളല്ലേ കാണുന്നത്. അവിടെ ചെന്നാൽ 1000 ലക്ഷമാക്കും അതിന്റെ രസം കൊണ്ട്. ഉമ്മ പറയണത് വെറുതെ. ഈ ചെടിമെന്ന് കിട്ടുന്ന മെച്ചങ്ങൾ നമുക്ക് ഡ്രസ്സ് കാരണം നമുക്ക് ഡ്രസ്സ് മേത്ത് ഇടാൻ പറ്റും. ചെടി നമുക്ക് കാണാനും നല്ലൊരു എന്താ പറയാ, രാവിലെ കാണുമ്പോ തന്നെ നല്ലൊരു ഉണർവാണ്. രാവിലെ സ്വന്തം മക്കളെ കാണുമ്പോ ഉണർവ് കിട്ടണില്ല. മക്കൾ ഇങ്ങനെ കാണാൻ ഞങ്ങൾ മുമ്പ് എഴുന്നേരം നിന്ന് വരുന്നുണ്ടോ, അവര് പോവല്ലേ. ചെടികൾ നമ്മളവിടെ വെച്ചാൽ അവിടെ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞരാ നിങ്ങൾക്ക് അതേമാതിരി ഫാമാണ് തുടങ്ങി തരാം ഞാൻ ചെടിന്റെ. അത് ആദ്യം നമ്മൾ ചെടിനെ പറ്റി പഠിക്കട്ടെ എന്നിട്ട് നോക്കാം. സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പൊ. അമ്മാന്റെ പറച്ചില് കേട്ട് ഏതോ വലിയ ലോകത്തേക്കാണ് പോണത്. മിഞ്ഞാന്ന് ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു സൗകര്യം വേണ്ടേ നീ പറഞ്ഞാല് നല്ല രസം. ഞാൻ ഡോറ് തുറന്നപ്പോ എന്താ കേൾക്കണത് ഫസ്റ്റ് മോനെ. അപ്പൊ ഞാൻ ചെന്തൽ ഞറപ്പോ തേങ്ങറ്റ വീണോ ഇത് കേട്ടപ്പോ തന്നെ എന്തോ ഒരു ചെടികളോ ആ താത്ത ഉണ്ടാക്കിയത് എനിക്ക് വിശ്വസിച്ചാൽ അങ്ങനെ. നമ്മളെ മലപ്പുറം ജില്ലയിൽ അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടില്ല, എവിടെയെങ്കിലും കണ്ടിട്ടുള്ളൂ. കൊല്ലം, പൂന, കരുനാഗപ്പള്ളി അവിടെയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു വെറുതെ കാണിക്കുകയാണ്, എവിടത്തേലും വെറുതെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചെന്ന് കാണുമ്പോൾ അതിന്റെ ഒരു മനസ്സിലാവും. ചെന്ന് കണ്ടു കണ്ട് നമുക്ക് അതേമാതിരി തിരിച്ചു വരാം. പോരാ പോയി വെക്കുക. ഓക്കെ എണ്ണ അടിച്ചിന് മുതലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 വാങ്ങി. ഓ വല്ല നമ്മള് അടുത്ത ജില്ലേക്കാണല്ലോ പോണത്. അമ്മായി വൻ സൈലന്റ് കില്ലറാണ്, ഒന്നും മുണ്ടണില്ല. അമ്മായി അവിടെ എത്തിക്കാണ്ടാണ്. അമ്മായിക്ക് കേട്ടറിവുള്ളൂ, നിനക്ക് കണ്ടറിവുണ്ട്. അമ്മായി ഇനി നേരെ ബാഗിൽ സഞ്ചാരം എടുക്കും. അല്ല സൗദിയിലുള്ള എവിടെയാണ് ദമാമിലുള്ള ബഹ്റൈനിലുള്ള മോക്ക് വരെ വിളിച്ചറിഞ്ഞു അക്കൗണ്ടിൽ പൈസ ഇടാനോ. അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഇട്ടോളൂ, ആയിരങ്ങൾ ഇട്ടോളൂ പറഞ്ഞു. അതായത് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, വളരെ വളരെ കുറച്ച് ദൂരമുള്ളൂ. ഞാൻ പറയാം ഇത്ര തിരുപ്പതി വേറെ കഴിഞ്ഞ വ്ളോഗിലൊന്നും ഏത് വ്ളോഗ് എടുക്കാൻ. മക്കള് കഴിഞ്ഞു, ഭർത്താവിനും മക്കളും കഴിഞ്ഞിട്ട് എനിക്ക് ചെടികളാണ്. എന്താണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം? പൂങ്കാവനം. എന്താണ് ഇതെന്താ സ്ഥലത്തിന്റെ പേരെന്താ? ഇതൊരു വീട്ടിലാ? പോയി നടക്കി. അമ്മായി ഇവിടെ തന്നെ സ്വപ്നം കണ്ടു തുടങ്ങുന്നുണ്ട്.
അമ്മായി ഇതിൽ ഏത് ചട്ടി പൊണ്ടും പോകുമ്പോൾ എടുത്തേക്കാൻ ഡിക്കുന്ന അങ്ങോട്ട് ബാക്ക് അടിച്ചിടേനല്ലേ അതുകൊണ്ട് ഇങ്ങനെ ബാക്ക് അടിച്ചിടേനു എന്നപ്പോൾ പോയൊക്കെ അല്ല ഓ അങ്ങോട്ടാ ഏരിയ അല്ല അതെങ്ങനെയാണ് എങ്ങനെ ഓഹോ എന്നാ മുന്നൊക്കെ പാത്തല്ലേ അതല്ല അവിടേക്കൊക്കെ ഉണ്ടോ അതിന് ചോദിച്ചാൽ അങ്ങോട്ടാണ് സൈഡൊക്കെ ഉണ്ടാവും ഓക്കെ 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 വീഡിയോ എടുക്കുന്നോട് ബുദ്ധിമുട്ടില്ല വെറുതെ ചോദിച്ചാൽ ചോദിച്ചോക്കാം ഞാൻ താത്ത വരട്ടെ ഐസ് ഇതാണ് പറഞ്ഞത് ഞാൻ ഒന്ന് ഒരു ഓൾറൗണ്ട് കാണിച്ചു കൊടുത്തു കംപ്ലീറ്റ് ഇതൊക്കെയാണ് ഉമ്മ പറഞ്ഞ കംപ്ലീറ്റ് ചെടികൾ അതിൻ്റെ ഉള്ളിലേക്കാരും പകുതി മുക്കാലും ഉമ്മ ഇവിടെ എന്തൊക്കെ കുസു കുസു പറയുന്നുണ്ട് ഓൽക്ക് രണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തന്നെ നേരല്ല ഒന്ന് അങ്ങോട്ടും ഞാൻ മറ്റേ ഇതിത്തെ മാതിരി ഒന്ന് കട്ട് ചെയ്തു ഓക്കെ ഇതിൽ വളമൊന്നും കാണുന്നില്ലല്ലോ ഇല്ലല്ലേ ഓക്കെ 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 ചെടിപ്പിരാന്ത് എനിക്ക് ചെടിപ്പിരാന്തുണ്ടോ എനിക്ക് ചെടിപ്പിരാന്ത് വെച്ചാൽ കാണാനൊക്കെ ഒരു രസം പക്ഷെ ഇത് നട്ട് വളർത്തുന്ന കാരണം മെനക്കെടുള്ള പരിപാടിയാണിത് ഓരോരുത്തർക്ക് ഓരോ പിരാന്ത് ഇതൊക്കെ ഓരോ ചെടികൾ അവിടെ നിന്ന് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞു വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനം എത്ര ട്രാവൽ എക്സ്പെൻസ് മാത്രം ഫ്ലൈറ്റിന് മാത്രം 20 ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേറെ 10 എന്തൊക്കെയാണ് പറഞ്ഞു 10-30 ഉറുപ്പിക ഒരു ചെടി ഇങ്ങോട്ട് എത്താൻ തന്നെ മൊത്തം കംപ്ലീറ്റ് ഒരു കൂടൊക്കെ കിട്ടി സത്യം ഒരാൾ ട്രാവൽ ചെയ്തതിന് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് കംപ്ലീറ്റ്ലി ഈ സാധനത്തിനൊക്കെ എന്തായാലും ഇപ്പോൾ ഒരു 1 ലക്ഷം റുപ്യേൻ്റെ അടുത്തിട്ടുണ്ടോ ഇതേമാതിരത്തെ വലിപ്പമുള്ള ഒരു സാധനത്തിനാണ് ഒരാടെ 1 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞത് ഇതിനെത്ര ഉണ്ടാവും തിന്നെക്കാട്ടി വലിപ്പമുണ്ടല്ലേ ആടാ തൊടണ്ട കാണുമ്പോൾ രസമുണ്ട് പക്ഷെ ഇത് നോക്കി ഇതൊക്കെ ഒരാൾക്ക് നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാം വെള്ളം വിചാരിക്കാൻ നോക്കേ ഉമ്മൊക്കെ പണ്ട് ഗൾഫിൽ പോകുമ്പോൾ ഉമ്മ ദുബായി പോകുമ്പോൾ ഞാൻ ചില സമയത്ത് ഉമ്മ പോകുമ്പോൾ ഞാൻ പോകില്ല ഞാൻ പോകുമ്പോൾ പോകില്ല ഇവിടെ എന്താക്കും ഉമ്മ എനിക്ക് പൈസ തരും എന്നിട്ട് ആ പൈസയ്ക്ക് ഞാൻ നനക്കും ഞാൻ കുറേ നനക്കൊന്നുമില്ല ഞാൻ കുറച്ച് 5 കടയാണ് പോകും ഉമ്മ ഒരു എക്സ്ട്രീം ചെടിപ്പിരാന്തിൻ്റെ അങ്ങേത്തലയാണ് എൻ്റെ ഇപ്പോഴത്തെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബഡ്ജറ്റ് പൊട്ടുന്നത് ഫസ്റ്റ് ഞങ്ങൾക്ക് എത്ര ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ചെറിയൊരു ബഡ്ജറ്റ് ഇട്ടിരിക്കണു അതിൻ്റെ മേലേക്ക് കയറാന്നാൽ മതി 5K അമ്മായി അവിടെ കണ്ടോ അതുകൊണ്ട് സൂം ചെയ്താ 3x ഇട്ടോ കണ്ടോ അമ്മായി അവിടെ ഫുള്ള് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുകയാണ് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഇതാക്കിയ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിലൊരു ഫ്രൂട്ടാണ് സപ്പോട്ട പൊല്ലാം ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ അല്ല പൊല്ലാം ടേസ്റ്റാണ് കിഡിലും ടേസ്റ്റ് പറഞ്ഞാൽ ജ്യൂസ് അടിക്കാനും ഞാൻ എങ്ങനെ പോലും ചിക്കു ജ്യൂസ് അങ്ങ് പൊലിച്ചു തിന്നാനൊക്കെ നല്ല കിഡിലും ടേസ്റ്റാണ് ഉറങ്ങൂലേ ഞാൻ ഇവിടെ കാവലിടന്നു കിടന്നാലും ഒന്ന് കിട്ടുമെങ്കിൽ ഇതെല്ലാം ഇവരുടെ അടുത്തുള്ള എല്ലാം കടലാസ് പൂവിനാണ് ബോഗൻവില്ലേ അത് അതിൻ്റെ സീസണാണ് ഇപ്പോൾ ഇനി അടുത്ത കൊല്ലം സെപ്റ്റംബർ വരുമ്പോഴേ നല്ല വെയിലത്തെ അത് പോടുള്ളൂ അപ്പോൾ പറഞ്ഞില്ല 1 ലക്ഷം റുപ്യാണ് അപ്പോൾ അത് ലണ്ടൻക്ക് ഓർഡർ ആയതാണല്ലോ അപ്പോൾ ഒരു ലണ്ടനിലാണ് ഏതാ വലിയ ചെടിയോ ലണ്ടൻക്ക് പോയി ഒരയക്കും ലണ്ടനിൽ 2 ആൾക്കാർ ഓൺലൈനിൽ കണ്ടിട്ടാണ് ഞങ്ങൾ വരുവോളം നിങ്ങൾ അവിടെ തന്നെ വെക്കി പറഞ്ഞതാണ് 1 ലക്ഷം എന്താ അത് കൊണ്ടുവരാൻ അത്ര പൈസ ആയി അറിഞ്ഞില്ലേ സത്യം ചെടി ലണ്ടൻക്ക് പോവാ അവിടുന്ന് വിയറ്റ്നാമിൽ നിന്ന് കുറേ ചെടി ഇങ്ങോട്ട് വരിക അവിടുന്ന് ലണ്ടൻക്ക് അങ്ങോട്ട് പോവാ ഈ കൊമ്പുകൾ അപ്പോൾ ഇത് കടലാസ് പൂവാ ഇത് കടലാസ് പൂവിൻ്റെ കാറ്റഗറി അല്ലല്ലോ ഇതിന് ഏത് കേറ്റഡ് മര്യാദക്ക് വേറെ ഏതെങ്കിലും ഇംഗ്ലീഷൊന്നും മര്യാദക്ക് കറക്റ്റ് കിട്ടൂല ഇതൊക്കെ കറക്റ്റാ ഹെലികോപ്റ്റർ എന്നൊക്കെ പറയും ഇത് വെരിക്കേറ്റർ എന്നൊക്കെ കറക്റ്റ് വെരിക്കേറ്റർ എന്ന കറക്റ്റ് സ്പെല്ലിങ് ഞാൻ അതേ ചോദിച്ചു എന്ത് ഇട്ട സ്റ്റിക്കറൊക്കെ എന്തിൻ്റെ അതിനൊരു ബഡ് ചെയ്തത് അതിമ കെട്ടിച്ച് കണ്ടല്ലേ ഇതൊക്കെയാ ഇതിന്റെ ഒരേ കളർ പല ഒരു പൂമത്തിന് കാണിച്ചു കൊടുക്കണ്ടില്ല ഞാൻ കായ് പോയി അമ്മ എന്ത് തോന്നുന്നു പറയൂ ഒന്നും പറയാനില്ല അമ്മ ഗംഭീരം ഞാൻ പറയുമ്പോൾ അമ്മായും അമ്മയും കൂടി ഉള്ള സ്വർണ്ണത്തിന് നല്ല വിലയാണ് 2 സ്വർണ്ണം കൂടി വിറ്റുകാണ്ട് നിങ്ങൾ രണ്ടാം കൂടി ഒരു ഗാർഡൻ തുടങ്ങി നമ്മളെ പറമ്പിൽ ആ സ്ഥലത്ത് നമുക്ക് ഞാൻ പ്രൊമോഷൻ ചെയ്ത് തരാം സ്ഥലത്തിന് വാടക കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ 2 ആളെ സ്വർണ്ണം വിറ്റുകാണ്ട് ഞങ്ങൾ ക്ലാസ് പഠിക്കട്ടെ അത് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുക അതെങ്ങനെ പിടിപ്പിക്കുക എത്ര ദിവസം കൊണ്ട് വളം കൊടുക്കുക നമുക്ക് അറിയണമെന്നെങ്കിൽ അപ്പോൾ പറ്റുള്ളൂ അമ്മായി ആർക്ക് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു വെറൈറ്റി കളറുകൾ ഇപ്പൊ മറ്റേ പണ്ടത്തെ സാധനമില്ല U4B ഒന്നുമില്ല കുത്തിയാ ക്യാൻസർ വരുന്നുള്ളതൊക്കെ അത് ഇമ്മയുടെ 2 മിനിറ്റ് വർത്താനം പറയുമ്പോൾ നേരില്ല അപ്പോൾ തിരിഞ്ഞാണ്ട് പോവുക
ടൈം കുറച്ച് ആ നോക്കാം നോക്കാം നോക്കാം. അതൊക്കെ കണ്ടു തീരണ്ടേ നമുക്ക് വീട്ടിൽ ചെന്നിട്ടും പറയും. എത്ര മൊത്തം കളറുണ്ട്. ഇത് പിങ്ക് അല്ലല്ലോ. അധികം ഉണ്ട് ഒക്കെ വൈലറ്റ്. അങ്ങനെ ഞാൻ കളിയുന്ന വിട്ടാണ്. ഇതെങ്ങനെയാ അറിയോ? പറയും ഇങ്ങനത്തെ കൊമ്പുകളാണ് അവർ കൊണ്ടുനിൽക്കുന്നത്. ഇതേമാതിരത്ത് ഇനി ഇങ്ങനെ വേര് പിടിക്കാൻ വെച്ചതാണത്. ഞാൻ വേര് പിടിച്ച് കഴിഞ്ഞിട്ട് ടൈം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു. അതേമാതിരി നിങ്ങൾ നടത്തി നോക്കി. നിങ്ങൾ രാവിലെ നീച്ചാൽ ചെടി എനിക്ക് പോവാ. നമുക്ക് പരിപാടി തുടങ്ങട്ടെ. ഇത് നമ്മൾ വേറെ അടുത്ത് വാങ്ങാണ്ട് അല്ലെ നമുക്ക് നമ്മളത് ഉണ്ടാക്കുന്നത്. ഉയർന്ന നിലയിലെത്തട്ടെ അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മളങ്ങനത്തെ മഞ്ഞല്ലടി അത് അങ്ങനെ നിങ്ങളെ പേഴ്സ് മറ്റേ ചാക്കെടുത്ത് കളയിൽ കുറച്ച് മാട്ടിക്കോളി. മറ്റേ റമലാന് സുരാജ് മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ഇതിക്കിടൂല. വാങ്ങാൻ ഒന്നുമില്ല. ഞാൻ പറയുമ്പോ എന്താ ഇവിടെ ഒന്നുമില്ല. ആ കണ്ടാ മുതലായി. വീഡിയോ വൈൻഡ് അപ്പ് കഴിഞ്ഞ വീഡിയോ നമുക്ക് കാണാൻ പോയാ അമ്മായി ഏകാന്തതയിലാണ്. എവിടുക്ക അമ്മയില്ലേ അമ്മേന്റെ ഒരു സ്വർഗത്തിക്കല്ലേ അമ്മ എവിടുക്ക എന്താ ചെയ്യേണ്ടി ആ ലോകത്ത് അതൊന്നും ഉണ്ടാകും. ഫുൾ ഫുള്ള് സിറാത്ത് പാലം എങ്ങട്ടാന്നുള്ള അന്തത്തിലാണ് അമ്മ. അത് നിങ്ങൾക്ക് അറിയിട്ടാണ് അതിനോട് ക്രൈസ് ഉള്ളവർക്ക് അതിന്റെ ഭയങ്കര. അത് ശരിയാണ്. നമുക്കിപ്പോ കാറ് ഫുഡ് ഡ്രസ്സ് ഓരോ കാറുകളുണ്ടല്ലോ. ചോദിച്ചു നോക്കി. ഇനി നേരെ ലേറ്റ് ആക്കല്ലേ. ഓ നിങ്ങൾ പറഞ്ഞാൽ ശരി. അതൊക്കെ എത്ര ചട്ടികൾ നോക്കിയാ ഇഷ്ടംപോലെ ചട്ടികൾ. സംഗതി തന്നെ ഇവിടെ മെയിനായിട്ട് കടലാസ് പൂ, ബോഗൻവില്ല, അല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ണു കൊടുത്ത് കൊടുത്ത് തെറുത്ത് തെറുത്ത് തെറന്ന് തെറന്ന് തെറ 0.5 കേട്ടോ. അല്ല സം മൊത്തം കിട്ടാൻ എന്തിനാ ഇവിടേക്ക് സ്പൂൺ വെച്ചിട്ടുണ്ട്? പേരറിയാനാ? ആ അതിന് എഴുതിക്കണല്ലേ. ഇതിനോ? ഈ വൈലറ്റിൽ അവിടെ കണ്ട വൈലറ്റ് പേന കൊണ്ട് കവിൽ കറുത്ത മറുകിട്ട് ഇവനാണ് അച്ചു, മറുകില്ലാത്തവൻ അപ്പു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു തരിതരിയുള്ള മാതിരിയോ? അത് പൂപ്പൽ പിടിച്ചതല്ലേ? അപ്പൊ ഈ വൈലറ്റും ആ വൈലറ്റും വ്യത്യാസം നിങ്ങൾ ആ ഞാൻ നമ്മളീ ഇതിൽ പൊടി പിടിച്ചൂലേ അതാ ചേച്ചത് നോക്കിയാ. അത് രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. വ്യത്യാസം ഉണ്ടെന്നായിട്ട് അതിന് 350 3,500 അതിന് വ്യത്യാസം. അതിന് വ്യത്യാസം. അത് പൊടി കൂണീന്. ഇത് കളർ ഫെയ്ഡ് ഒരു ഇതിങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ തിക്കിൽ നിന്ന രസം ഉണ്ടാവും. മൂപ്പര് ആ ഇത്താൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ്, മോനെ ഈ ഒരു ചെടി ഉണ്ടോ ഞങ്ങൾക്കിത് ഈ സാധനം ഞാൻ തൊടണ ഇപ്പോൾ തൊട്ടിട്ട് സീനാക്കി ഇതിൻ്റെ അടുത്ത് കായില്ല കൊടുക്കാൻ. ആ സാധനം വിയറ്റ്നാമിൽ നിന്ന് വന്നതാണ്. ഓക്കെ, വിയറ്റ്നാമിന് അത് ഡൽഹിക്ക് എത്താൻ ഫ്ലൈറ്റ് ചാർജ് വന്നത് 20,000 രൂപയാണ്. നോക്കണം ഈ ഒരു ചെടി. കാരണം ഒരു കിലോന് 2,000 സംതിങ്ങോ, 1 കിലോന് 2,000 സംതിങ്. അപ്പോൾ ഇത് മൊത്തം പാക്ക് ചെയ്ത് സാധനത്തിന് ഫ്ലൈറ്റ് ചാർജ് മാത്രം 20,000 രൂപ. വിയറ്റ്നാമിന് നമുക്ക് പോകാൻ ഡൽഹി വരെ വിയറ്റ്നാമിൽ നമുക്ക് പോകാൻ ആകെ ബിലോ 10,000 ഉള്ളൂ ടിക്കറ്റ് ചാർജ് കൺഫേം. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ ഡൽഹി വരെ. ഇനി ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേറെ എത്ര 10,000 രൂപ 10ൻ്റെ ചോടെ. ഈ ചെടി ഇങ്ങോട്ട് ഈ ചെടിയിൽ ഇതൊന്നും ഉണ്ടാവില്ല പറഞ്ഞത്, ഇതൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ ചെടീൻ്റെ തണ്ട് മാത്രം. ഇത് ഇങ്ങോട്ട് എത്താൻ 30,000 രൂപ ഈ ചെടിക്ക്. അല്ല ലൈക്ക് ഇത് ആലോചിക്കണം, നമ്മളിനിപ്പോൾ കാറിൻ്റെ ക്രൈസ് ആണെന്നുണ്ടെങ്കിൽ അലോയ്ക്ക് മാത്രം 38,000 രൂപ കൊടുക്കണില്ലേ. ഇപ്പോൾ ഞാൻ ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റിന് 500 രൂപ സീറ്റ് ബെൽറ്റും ഉണ്ട്, 15,000 രൂപ സീറ്റ് ബെൽറ്റും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പക്ഷെ എന്നാലും ഈ സാധനം ചീഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ കായ് പോയി. മറ്റേന്താക്കുക. ഓക്കെ ഗൈസ്, മന കാണുന്നില്ല. ഉമ്മ ഇവിടുന്ന് ഇൻവിസിബിൾ ആയിക്കണു കംപ്ലീറ്റ്ലി. മന കാണുന്നില്ല. ഓക്കെ, എങ്ങോട്ട് പോയി എന്നൊരു ഐഡിയ ഇല്ല. എന്നാൽ ഇത് കണ്ടിട്ടാണ്. ഇതിന് ഏതിനാ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇതിനോ ഈ സാധനം ഏകദേശം 1 ലക്ഷം റുപ്യേൻ്റെ സാധനമാണ്. ഇത് ലണ്ടൻക്ക് ഓല് ബുക്ക് ചെയ്താണല്ലോ. ഓല അവിടെ ഇല്ല, ഓല എത്തിയിട്ട് അയച്ചു കൊടുക്കുക എന്തോ പറഞ്ഞു. ലണ്ടന് പോകാനുള്ള മുതലല്ലേ ഓരോ പിരാന്ത്. അല്ല എന്താ പറയുക. അല്ല ഞാൻ പിരാന്ത് പറയണത് കേട്ടോ. പിരാന്ത് തന്നെ പറയാം. നമുക്കിപ്പോൾ ഒരു വണ്ടി പിരാന്ത്, ഡ്രസ്സും പിരാന്ത്, ഫുഡും പിരാന്ത് പറഞ്ഞാൽ ഇത് കാണുന്നവർക്ക് പറഞ്ഞാൽ ചെടി പിരാന്ത് ഉണ്ടാവും. നമ്മളതിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല.
എൻ്റെ അമ്മ ഏതോ യൂണിവേഴ്സിറ്റി എത്തിക്കണു, അങ്ങോട്ട് എത്തിക്കണ്. അമ്മ പറന്ന് ഏതോ യൂണിവേഴ്സിറ്റി എത്തിക്കണ്. ഏതാ വഴി പോയൊക്കെ എന്താ എന്തോ പോരെ. ഗൈസ് ഒടുവിൽ സാധനം വാങ്ങിയിരിക്കുന്നു. ഒരു മിനിറ്റ്. അടക്കം മരട്ടെ ഓണാ ഗൈസ്. അങ്ങനെ ഒടുവിൽ എത്തൊക്കെ ചളിയായ വാലന്റൈൻസ് ഡേക്ക് നമുക്ക് ഉമ്മാനെ സംതൃപ്തിപ്പെടുത്തിക്കണു. പൊലിവിൽ വരുന്നുണ്ട്. അല്ലാ, ചെടിയൊക്കെ നിങ്ങളത് വാങ്ങി നോക്കണം, അപ്പോഴേ നിങ്ങൾ കറക്റ്റ് ചെടീൻ്റെ വില മനസ്സിലാവും. വീഴലിട്ടാ ഏത് ഈ സാധനം ആ വലുത് വാങ്ങിയല്ലേ? ഇതോ 10,000. ചെക്കേറ്റും വരേണ്ടി വരില്ലേ? ഇത് വാങ്ങിയിട്ട് ഇത് നോക്കുന്നുണ്ടോ നോക്കണം. നോക്കും, അതിൽ ഔട്ടൊന്നുമില്ല. ആൾക്കാർ ചോദിക്കും ഇത്രയും ഉണ്ടായിട്ട് നമുക്ക് ഇതാ പറ്റിയത്. ഇത് ഫ്രണ്ട് കിട്ടോ? അമ്മായി വെറുതെ പോകും. അമ്മായിക്ക് എടുക്കായിരുന്നു. അമ്മാൻ്റെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. ഓക്കെ, ഇന്നലെ വന്നപ്പോൾ ദിലാറുണ്ടായിരുന്നു ഇവിടെ കേസ് എത്തുന്നതിൽ അരുക്കൊക്കെ. ഇപ്പം ഇതിൻ്റെ കാർ കേട്ടണ്ടേ? ഇന്നലെ വാങ്ങിയപ്പോഴേ ദിലാറുണ്ടായിരുന്നു ഇവിടെ. കഴിഞ്ഞതാവും ആണെങ്കിൽ അതെന്താ വെച്ചാൽ ഇതിൻ്റെ വെറൈറ്റിയാണ്. വില ഇതെങ്ങനെ പോവോ എങ്ങനെ വെക്കാന്ന് അറിയില്ല. പോവില്ലേ? ഒന്ന് ഞാൻ മടി വെച്ചോളാം. ഇതൊക്കെ പോവും. അങ്ങനെ വെക്കാലോ വലുത്. മറിയൊന്നുമില്ലല്ലോ. മറിയൊന്നുമില്ല. പകുതി പൂ കഴിഞ്ഞാടിയോ? ഒടിയോ? ഇതിമ കുടുങ്ങും അടക്കുമ്പോ മതി. സാധനം ലോഡ് ചെയ്തേക്കണ്, കാണിച്ചു കൊടുക്കുക. ലോഡ് ചെയ്യാമോ? കുറച്ചുള്ളൂ. കുറച്ചും വലിയ പൈസ. സാധനം കുറച്ചും പൈസ വലുതും. അത് ഞാൻ വെക്കണ്ട. അല്ല ചാടുവേ. അപ്പോൾ ഞാൻ മടി വെച്ചോളാം. ഇല്ല, അത് വെച്ചിട്ട് സീനല്ല. തട്ടുണ്ടോ? ഓ, നമ്മളെ എനിക്ക് പറ്റുണ്ടോന്നല്ലോ, ചെടിമ്മ തട്ടുണ്ടോന്നാണ് മെയിനായിട്ട് നോക്കുന്നത്. തട്ടിട്ടോ ചാടും. വീട്ടിലെത്തിയിരിക്കുന്നു പറഞ്ഞു ഞാന്. ഓക്കെ, ചെടി മാത്രം വാങ്ങിയ പോലെ അതിന്റെ വളമയും ചെടി മാത്രം ആന മാത്രം വാങ്ങിയ പോലെ ആനന്റെ തോട്ടി വാങ്ങാനല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങളപ്പം കൂടാ, നമുക്ക് ചെടിയൊക്കെ ഇങ്ങനെ ഇരിക്കാം. അതെങ്ങനെ ഉണ്ടാവും? വരുമാനം ഇതിമൊന്ന് കിട്ടും. ഓ, ഞാൻ 3 ചാക്കൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാച്ചിട്ടേ ഉള്ളിൽ മുന്തിയത്. മുത്താപ്പം കിട്ടിയില്ല. എന്താ സന്തോഷം എന്ന് പറയാം. അതിനൊക്കെ ഒരു കൊള്ളിത്തി കൊടുക്കണം. അതിന് 350. കൊഞ്ഞാടലിട്ടോ നല്ല നേരത്തും. ഇല്ല. സോ ഗൈസ്, ചെടി വാങ്ങിയിരിക്കുന്നു. ഈ ചെടിൻ്റെ പ്രാന്ത് ഇവിടെ മുണ്ടരുത് അറിയണം. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? നല്ല സന്തോഷം. സൂപ്പർ.
ഓക്കെ ഗൈസ്, കാണുമ്പോൾ രസമാണ് ചെടി. ഇതങ്ങനെ നോക്കി വളർത്തണം, അതാണ് വലിയ നല്ല ടാസ്ക്. ഒക്കെ തെച്ച് കൊണ്ടുപോകുന്നുണ്ട് കുട്ടികളൊക്കെ തെക്ക്. അല്ലാ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞതിന് മുതലില്ലേ അവിടെ, അതുണ്ട്. താത്താനെ സമ്മതിക്കണം അല്ലേ? ഓ, അത് ഉണ്ടാക്കി എത്തുന്ന താത്തനെ അമ്മയ്ക്ക് തന്നെ വേണം. എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക. റൂബി ഗാർഡൻസ് ആണ് ലൊക്കേഷൻ. ഇവിടെ റൂബി ഗാർഡൻ, മുണ്ടുപറമ്പ് എല്ലാവരും പോയി റോഡ്. സാധനം അതിലെല്ലാം മുതലുണ്ട് കംപ്ലീറ്റ്. ഓക്കെ, നമുക്ക് ഇത് വീട്ടിലേക്ക് വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. പുതിയത് ഉണ്ടാക്കിയ വീട്ടിലൊക്കെ നല്ല സൂപ്പർ മുറ്റൊക്കെ വെച്ച് ഇതൊക്കെ നല്ല വെയിലത്ത് വെച്ചാലുണ്ടല്ലോ സൂപ്പറാവും. വീട് ആൾക്കാർ നോക്കൂല, ചെടിയെ നോക്കുള്ളൂ. അതെ അതെ, ഉടനെ സെലക്ട് ചെയ്തു എന്നാ ചോദിക്കുക, ആരെ കൊടുന്നു ചോദിക്കുക. യെസ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചെടി വിശേഷങ്ങൾ. ക്ലിയർ അല്ലടാ ചെടി വിശേഷങ്ങൾ? അല്ലല്ല, ഇനി എടുത്തോളി എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആണെങ്കിൽ എടുത്തോളി, ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ. ഞാൻ ലിമിറ്റ് വെച്ചിട്ടില്ല. നമുക്ക് കുറെ എടുക്കുമ്പോൾ നമുക്കൊരു സങ്കടമായല്ലേ, പൈസ ആരുതായാലും. ഇത് നമ്മൾ ഈ പറഞ്ഞ അതല്ല, ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ട് ഇത് ഫുള്ള് ഉണ്ടാവോ നോക്കട്ടെ. ഇത് ട്രയൽ അടിക്കണം. ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, ഞങ്ങൾ ഇനിയും വാങ്ങും. ഓക്കെ, യെസ്, ഇനിയും വാങ്ങും. എത്ര ഉണ്ടാവും? അത് എത്രേന്റെ വകുപ്പുണ്ട് ഇതിനൊക്കെ? 600 രൂപ ഉണ്ടാവും ഒറ്റന്ന്. മൈക്കെടുത്തു 400 പിന്നെ 3 വാങ്ങിക്കും. ഒരു 350 ഉണ്ടാവും. മൊത്തത്തിൽ എത്ര ആയിട്ടുണ്ടാവും? അതിലൊക്കെ പാടെ ഒരു 1600-1700 ആയിട്ടുണ്ടാവും അല്ലേ? സാധനം ഫുള്ള് വാങ്ങിക്കണു. കംപ്ലീറ്റ് ആ പെണ്ണ് ഒറ്റക്കാണ്. ഇതാക്കണോ അടുത്തത്? നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ ഇതിത്തെ ഒരു 500 ഇതിന് കൂട്ടിങ്ങള്. ഇതിന് 500, ഇതിന് 500, ഇതിന് 350, ഇതിന് 500, ഇതിന് 500, ഇതിന് 350. നമ്മള് കൂട്ടി കൊടുത്തു. അതിന് ആ മരത്തിന് ഇത്ര 1 ലക്ഷം. ആ മരത്തിന് ഇതിന്റെ അത്ര വലിപ്പമുള്ള ആ ചെടിക്ക് 1 ലക്ഷം. വാങ്ങാണെങ്കിലോ ലണ്ടൻക്ക് ഇത് ഉണ്ടാക്കി വരണ്ടേ? എത്ര പണിയുണ്ട്? മരം വെട്ടി മുറിച്ചോണ്ടായി അവിടെ 150 ഉറുപ്പിക്ക് നമ്മൾ ഇത് വാങ്ങില്ലേ? 150 ഉറുപ്പ്. പക്ഷെ ഇവര് റേറ്റ് കൂടുതലല്ലേ? റേറ്റിൽ ഇത് ഓരോ മോഡലിനനുസരിച്ചാണ്. ഇതൊന്നും നമ്മളെ കടാളും. ഹായ് ഷാനു, വാട്സ്ആപ്പ്. എവിടെ വരുന്നേ? ഞാൻ സ്കെച്ച് സൂപ്പർ. ചെടി വാങ്ങിയത് എങ്ങനെയുണ്ട്? ചെടി എങ്ങനെയുണ്ട്? അടിപൊളി. കാണാൻ ഇതൊക്കെ നമ്മൾ ചെടിമൊക്കെ ഓക്കെ സൂപ്പർ അല്ലേ? അടിപൊളി. അതെ, ഭയങ്കര സംഭവം അല്ലേ? ആ പെണ്ണ് ഒറ്റക്കാണ് ചെയ്യുന്നത് ഫുള്ള്. അല്പം കൂടി വെക്കണില്ല. അയാള് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. നമുക്ക് അടുത്ത ചെടിന്റെ വ്ളോഗിൽ കാണാം, അല്ലെങ്കിൽ വേറെ വ്ളോഗ് കാണാം. ബൈ പറയും. ഇനി ഞങ്ങളെ ചെടിന്റെ വ്ളോഗ് നിന്റെ വ്ളോഗിലൊക്കെ നല്ലപോലെ നിൽക്കണം, ആക്റ്റീവ് ആവണം. ഇംഗ്ലീഷ് ചെടി 500-1000 വാങ്ങി തരും. ബൈ.